നമസ്കാരം. വിക്രമാദിത്യൻ കഥകൾ രസകരമായി വരുന്നുണ്ടല്ലോ അല്ലെ? കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കേട്ടത് രാജകുമാരൻ മന്ത്രികുമാരന്റെ സഹായത്തോടു കൂടി പത്മാവതി രാജകുമാരിയുടെ കൊട്ടാരത്തിലെ കുമാരിയുടെ രഹസ്യ അറയിൽ അവരൊരുമിച്ച് ആ, പ്രേമലീലകളിൽ ഏർപ്പെട്ട് സസുഖം താമസിക്കുന്നതാണ്. ഇനി രാജകുമാരൻ എന്ത് സംഭവിച്ചു? പത്മാവതി രാജകുമാരിക്ക് ആ പ്രേമം പൂത്തുലയാൻ ഇടയായോ? നമുക്കൊന്ന് തുടർന്ന് കേട്ടു നോക്കാം. പത്മാവതി എന്ന കഥയുടെ രണ്ടാം ഭാഗം തുറന്നു കേൾക്കാം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജകുമാരന്റെ മനസ്സിലൊരു വിഷമം. തന്റെ സന്തത സഹചാരിയും സഹോദര തുല്യനുമായ മന്ത്രികുമാരൻ ഒറ്റയ്ക്ക് അവിടെ 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 ഉണ്ട്, താമസിക്കുന്നുണ്ടാവും വൃദ്ധയുടെ വീട്ടില്. ഞാനിവിടെ സുഖലോലും സുന്ദരനായിട്ട് എന്നെ ഇഷ്ടപ്പെട്ട ആ പെണ്ണുമായിട്ട് ചേർന്ന് ഇങ്ങനെ ജീവിക്കുകയാണ്. രാജകുമാരനവിടെ ഒറ്റയ്ക്ക് അല്ല, മന്ത്രികുമാരനവിടെ ഒറ്റയ്ക്ക് താമസിക്കല്ലേ? അയ്യോ, അയാളുടെ കാര്യം ഒന്നും അന്വേഷിച്ചില്ലോ. ഏകദേശം ഒരു മാസാവാറായി ഞാൻ അവിടുന്ന് അതിലെ വിട്ടുവിടെ വന്നിട്ട്. ഈ രാജകുമാരിയുടെ അടുത്താണെങ്കിൽ പോകാനും തോന്നുന്നില്ല. അവര് തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടമായി. എന്ത് ചെയ്യും? രാജകുമാരന്റെ മനസ്സിൽ ഇങ്ങനെ വിഷമം തയ്യാറി അദ്ദേഹത്തിന് ഈ പത്മാവതി കുമാരിയായിട്ടുള്ള സംസർഗത്തിലൊക്കെ ചെറിയ വിഷമം തോന്നാൻ തുടങ്ങി, ചെറിയ ഇഷ്ടക്കേട് കാണിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടപ്പോൾ പത്മാവതിക്ക് ഒരു സംശയം തോന്നി. എന്ത് പറ്റി കുമാര, അങ്ങ് എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്റെ ശുശ്രൂഷകൾ അങ്ങേക്ക് ഇഷ്ടപ്പെടാതിരിക്കൊണ്ടാണോ? അതുകൊണ്ട് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? എന്താ കാര്യം, തുറന്നു പറയൂ. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, അല്ലയോ രാജകുമാരി, ഇവിടുത്തെ താമസം എനിക്ക് ഏറ്റവും സന്തോഷം തന്നെയാണ്. അവിടുത്തെ ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ടും സുഖലോലുപനായിട്ട് ഇവിടെ താമസിക്കുന്നതിൽ പല ഒരു ആനന്ദം എനിക്കില്ല. ഞാനത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നന്ദിയില്ലാത്തവനായി ഞാൻ മാറും. എന്റെ വിഷമം അതൊന്നുമല്ല. എന്റെ സന്തത സഹചാരിയും എന്റെ സഹോദരന് തുല്യമായിട്ടുള്ള ഒരാളുണ്ട് എന്റെ നാട്ടിലെ എന്റെ മന്ത്രിയുടെ മകൻ മന്ത്രികുമാരൻ. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വന്നത്. രാജകുമാരിയുടെ ആയിട്ട് സംഗമിക്കാനും രാജകുമാരി എനിക്ക് കൊടുത്തയച്ച സംജ്ഞകളുടെ അല്ലെങ്കിൽ പിന്നെ ആംഗ്യങ്ങളുടെ അർത്ഥമൊക്കെ എനിക്ക് പറഞ്ഞു തന്ന് നമ്മൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ഇടയാക്കിയത് ആ മന്ത്രികുമാരനാണ്. അയാളിപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ പുറത്തെവിടെയോ താമസിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് അയാളുടെ യാതൊരു വിശേഷവും അറിഞ്ഞില്ല. എനിക്കൊന്ന് പോയി അന്വേഷിച്ച് എന്താ അവസ്ഥ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണം. ഞാൻ എത്രയും പെട്ടെന്ന് പോയിട്ട് മന്ത്രികുമാരനെ കണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം വേഗം തിരിച്ചു വരാം. രാജകുമാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഓഹോ, അപ്പൊ എന്നെ വിട്ട് പോകാനുള്ള പരിപാടിയാണല്ലേ? രാജകുമാരന് എന്നോടുള്ള ഇഷ്ടമൊക്കെ കുറഞ്ഞു തുടങ്ങി. മന്ത്രികുമാരനെ കുറിച്ചുള്ള ആലോചന. അയ്യോ, അങ്ങനെയൊന്നല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിക്കൊന്നും പറഞ്ഞല്ല. ഞാൻ ഇടയ്ക്കൊന്ന് പോയിട്ട് വരാം. പക്ഷെ രാജകുമാരി അപ്പോഴേക്കും പത്മാവതി രാജകുമാരിയുടെ കരച്ചിലും പരിഭവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജകുമാരൻ മിണ്ടാണ്ടായി. 2-3 ദിവസം കൂടി കഴിഞ്ഞു. രാജകുമാരന്റെ മനസ്സിൽ ഇങ്ങനെ ആദ്യം വളരാൻ തുടങ്ങി. അയ്യോ, നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ കൂടെ വന്ന ആള് ഇത് എവിടെയാണ്, അവൾ എന്തെങ്കിലും പറ്റിയാവോ എന്ന് അന്വേഷിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ഞാൻ രാജാവിന്റെ മകനെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഒളിച്ച് താമസിപ്പിക്കുക, ഒരു രാജാരനെ പോലെ. എനിക്കിവിടെ യാതൊരു അറിവില്ല, ഒരാളും ഞാനിവിടെ ഉള്ള കാര്യം അറിയും കൂടി ഇല്ല. എനിക്കിവിടെ ചെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് അറിയിക്കാൻ ഒരാൾ വേണ്ടേ? ഇനി എന്താ ചെയ്യാ? ആകെ വിഷമം. രാജകുമാരന്റെ എല്ലാ ശ്രദ്ധയും പോയി. അങ്ങനെ യാതൊന്നിനും താല്പര്യമില്ലാത്ത പോലെ ആയപ്പോ വീണ്ടും പത്മാവതി ചോദിച്ചു, എന്താ അങ്ങനെ വീണ്ടും വിഷമിപ്പിക്കണേ? എന്താ സംഭവിച്ചേ? അപ്പൊ എനിക്ക് ആ മന്ത്രികുമാരനെ ഒന്ന് കാണാതെ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല കുമാരി. ഞാൻ ഒന്ന് പോയിട്ട് വിശേഷങ്ങൾ തിരക്കി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ച് ഞാൻ തീർച്ചയായിട്ടും ഉടനെ തന്നെ തിരിച്ചു വരാം. അല്ലെങ്കിൽ എനിക്ക് മനസ്സിൽ യാതൊരു സമാധാനം കിട്ടില്ല എന്ന്. പത്മാവതിക്ക് മനസ്സിലായി ഈ രാജകുമാരന് ആ മന്ത്രികുമാരനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അയാൾക്ക് ഇത്ര വിഷമം. അത്രയ്ക്കും സൂത്രശാലിയായിട്ടുള്ള ഒരു മന്ത്രികുമാരൻ കൂടെയുള്ളത് കുറച്ച് കഴിഞ്ഞ് എനിക്കൊരാപത്താവും. പത്മാവതി രാജകുമാരിയുടെ ചിന്ത അങ്ങനെയാ പോയത്. നേരെ ആ വഴിക്കല്ല. അവളുടെ മനസ്സിലൊരു ഒരു കാഗോള വിഷം കലർന്ന മാതിരിയുള്ള ചിന്തയായിരുന്നു. ഈ രാജകുമാരനെ എന്നെന്നും തന്റെ കൂടെ നിർത്തണമെങ്കിലും തന്റെ അടിമയെ പോലെ ഇവിടെ കഴിച്ചു കൂട്ടണമെങ്കിൽ ആ മന്ത്രികുമാരൻ കൂടെ ഉണ്ടായി ശരിയാവില്ല. അയാൾ അതിബുദ്ധിമാനാണ്. അയാളുടെ ബുദ്ധി സാമർഥ്യമാണ് രാജകുമാരന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് ഇവിടെ എത്തിച്ചത് എന്നുണ്ടെങ്കിൽ അയാൾ ഇനി അധികകാലം ഈ രാജകുമാരന്റെ കൂടെ നിന്ന എന്റെ കാര്യം വിഷമത്തിലാവും. ഇയാൾ എന്നെ ഉപേക്ഷിച്ച് പോകാനും മതി. അപ്പൊ അതിന് ഏറ്റവും നല്ലത് എന്താ? ആ മന്ത്രികുമാരനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക. അതിനുള്ള വഴി എന്താന്ന് ആലോചിച്ചു. പിറ്റേ ദിവസം പത്മാവതി പറഞ്ഞു, രാജകുമാര, അങ്ങയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ മന്ത്രികുമാരനെ പോയി കാണണമെങ്കിൽ പോയി കണ്ടിട്ട് വന്നോളൂ. പക്ഷെ എത്രയും പെട്ടെന്ന് തിരിച്ചു ഒരു ദിവസത്തിൽ കൊണ്ട് അവിടെ നിൽക്കരുത്. എനിക്ക് അങ്ങേ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സന്തോഷമായി രാജകുമാരനാ, ഞാൻ വേഗം പോയിട്ട് വരും. തീർച്ചയായിട്ടും ഒരു ദിവസത്തിക്കുള്ളിൽ എന്തായാലും എടുക്കില്ല. വിശേഷമൊക്കെ അറിഞ്ഞ് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വേഗം തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോകുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്തോളൂ. ഞാൻ അങ്ങയുടെ ഇത്രയും കാലത്തെ കൂട്ടുകാരനും ഇത്രയും വിശേഷപ്പെട്ട സുഹൃത്തല്ലേ. എന്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പാരിതോഷികം തന്നയക്കണ്ടേ? ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ വിശേഷപ്പെട്ട ഒരു പായസം ഉണ്ടാക്കി തരാം. ആ പായസം മന്ത്രികുമാരന്
കൊടുത്ത് അദ്ദേഹത്തിന് അത് കഴിപ്പിക്കണം. പിന്നെ എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പൊ രാജകുമാരന് സന്തോഷമായി. ഓ, അപ്പൊ പത്മാവതി കുമാരിക്കും എൻ്റെ കൂട്ടുകാരനോട് വലിയ ഇഷ്ടമുണ്ട്, അങ്ങേരോട് വലിയ കടപ്പാടുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ സ്വന്തം കൈ കൊണ്ട് പായസം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. രാജകുമാരൻ വേഗം കുളിച്ചൊരുങ്ങി ഡ്രസ്സ് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പോവാൻ തയ്യാറായപ്പോഴേക്കും പത്മാവതി ഒരു പാത്രത്തില് പായസമായിട്ട് വന്നു. ഇത് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ പായസമാണ്, ഇത് അങ്ങയുടെ കൂട്ടുകാരന് കഴിപ്പിക്കണം, തീർച്ചയായിട്ടും കഴിപ്പിക്കണം, എൻ്റെ സമ്മാനമാണെന്ന് കഴിപ്പിക്കണം. രാജകുമാരൻ രഹസ്യ മാർഗത്തിലൂടെ പുറത്തേക്ക് എത്തി പട്ടണത്തിലേക്ക് ചെന്നു. ഒട്ടും വിഷമിക്കേണ്ടി വന്നില്ല. നമ്മുടെ മന്ത്രികുമാരൻ ആ വൃദ്ധയുടെ അടുത്ത് തന്നെ പഞ്ഞി നൂലൊക്കെ നൂൽക്കണ വൃദ്ധയുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്. അവിടെ ചെന്നു. മന്ത്രികുമാരനെ കണ്ടപ്പോ രാജകുമാരന് സന്തോഷമായി. ഉടനെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും കൂടി ഇതൊന്നും പറയണ്ട, ഇവിടുത്തെ വിശേഷങ്ങൾ രണ്ടുപേരും കൂടി വിശേഷങ്ങൾ പറയാം. അപ്പൊ രാജകുമാരിയുടെ പത്മാവതി കുമാരിയുടെ രഹസ്യ അറയില് സുഖമായിട്ട് താമസിക്കുകയാണ്, എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി താമസിക്കുകയാണെന്നും പ്രേമലീലകളിൽ ഏർപ്പെടുകയാണെന്നൊക്കെയുള്ള വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷം, എനിക്കെന്തെങ്കിലും കൊണ്ടുവന്നുണ്ടോ എന്ന് മന്ത്രികുമാരൻ ചോദിച്ചു. അയ്യോ, ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ഉടനെ കയ്യിലുണ്ടായിരുന്ന ഭാണ്ഡക്കെട്ടിൽ നിന്ന് പായസത്തിന്റെ പാത്രം പുറത്തെടുത്തു. ഇത് പത്മാവതി കുമാരി മന്ത്രികുമാരന് തന്നെ വിശേഷപ്പെട്ട ഒരു പായസം ഉണ്ടാക്കി തന്നതാണ്. നമുക്ക് ഇത് കഴിക്കാം. എത്ര ദിവസമായി നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത്, ഞാനും കഴിക്കാം, നമുക്ക് ഒരുമിച്ച് ഈ പായസം കഴിക്കാന്ന് പറഞ്ഞു. മന്ത്രികുമാരൻ ഉടനെ തടഞ്ഞിട്ട് പറഞ്ഞു, നിൽക്കത്ത്, ഇത് കഴിക്കാൻ വരട്ടെ, ഇത് ശരിയല്ല. ഇങ്ങനെ വിശേഷപ്പെട്ടൊരു പായസം രാജകുമാരി തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു ചതി ഒളിച്ചിരിപ്പുണ്ട്, നമുക്കൊന്ന് പരിശോധിച്ചിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പായസത്തിൽ നിന്ന് ഒരു അല്പം എടുത്തിട്ട് അവിടെ തൊട്ടടുത്ത് കിടക്കണ്ടായിരുന്ന നായയ്ക്ക് ഒഴിച്ചു കൊടുത്തു. നായ വേഗം ആർത്തിയോടെ വന്ന് ഈ പായസം കഴിച്ചു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞില്ല, അത് ആകെ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നു. അവസാനം അത് രക്തം ഛർദ്ദിച്ച് അവിടെ തന്നെ ചത്തുവീണു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മന്ത്രികുമാരൻ ചിരിച്ചോണ്ട് കുമാരന്റെ പുറത്ത് രാജകുമാരനെ നേരെ നോക്കി. രാജകുമാരൻ ആകെ അത്ഭുതത്തോടെ നോക്കി. എന്തീ സംഭവിച്ചേ? മന്ത്രികുമാരൻ പറഞ്ഞു, അല്ലയോ കുമാര, ഈ പത്മാവതി രാജകുമാരന്റെ കയ്യിലിരിപ്പ് ശരിയല്ല. അവൾ ആ പായസത്തിൽ കൊടിയ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അങ്ങ് ആ പായസത്തിൽ നിന്ന് അല്പം പോലും രുചിച്ചു നോക്കാത്തതുകൊണ്ടാണ് അങ്ങ് ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. ആ നായ 5 മിനിറ്റിനോട് മരിച്ചു കണ്ടാവും. അതിന് അർത്ഥാക്കുന്നത് എന്താ? അവളുടെ മനസ്സ് കാഗോള വിഷമാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പക്ഷെ എന്നോടുള്ള ശത്രുത കൊണ്ടാണ് അവൾ ഇത് ചെയ്തത് എന്ന് പറഞ്ഞു. രാജകുമാരൻ അതോടങ്ങ് ദേഷ്യം വന്നു. ആഹാ, അങ്ങനത്തെ ഒരു പെണ്ണാണോ അവള്? എന്നാ ഇനിമേൽ ഞാൻ അങ്ങോട്ടില്ല, എനിക്ക് ഞങ്ങൾ പോകാൻ വേണ്ട, എനിക്ക് ഇങ്ങനെ പെണ്ണും വേണ്ട, നമുക്ക് തിരിച്ചു പോവാം, നാട്ടിലേക്ക് തിരിച്ചു പോവാം. അപ്പൊ രാജകുമാരൻ വരട്ടെ, അങ്ങനെ ചെയ്താൽ അങ്ങയുടെ മനസ്സിനെ ഇത്രയധികം ആകർഷിച്ച രാജകുമാരിനെ അങ്ങനെ വെറുതെ വിട്ടാപ്പില്ല, അവിടെ ഒരു പാഠം പഠിപ്പിക്കണം. അല്ലാതെ നമ്മൾ പോകുന്നത് ശരിയല്ല, നമ്മൾ മണ്ടന്മാരായി പോവില്ലേ? അത് ശരിയാണ്. അപ്പൊ എന്താ വേണ്ടേ? ഒന്നും ഇതാവണ്ട, ഒന്നും അറിയാത്ത മാതിരി തിരിച്ച് കൊട്ടാരത്തിലേക്ക് ചെല്ലുക, രഹസ്യ മാർഗത്തിലൂടെ കൊട്ടാരത്തിൽ ചെല്ലുക. പക്ഷെ ഒരു കാര്യം, ഇന്നത്തോടു കൂടി അവിടുത്തെ പൊറുതി നമുക്ക് അവസാനിപ്പിക്കണം. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാം. അങ്ങ് വിവരിച്ച കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായത് ആ പത്മാവതി കുമാരിയുടെ കഴുത്തില് വിശേഷപ്പെട്ട ഒരു രത്നമാല കിടക്കണമെന്നുണ്ടല്ലോ. ആ രത്നമാല ഇന്ന് രാത്രി അങ്ങ് അവളുടെ കഴുത്തിൽ നിന്ന് അവൾ അറിയാതെ അഴിച്ചെടുക്കണം. മാത്രമല്ല, അവളുടെ ഇടത്തെ തുടയില് നഖം കൊണ്ട് ശക്തമായിട്ടുള്ള വരഞ്ഞ് നല്ല പാടുകൾ ഉണ്ടാക്കും, 3 പാടുകളും ഉണ്ടാക്കണം. അതെങ്ങനെയെങ്കിലും സാധിച്ചെടുക്കണം. രാജകുമാരനെ ഏറ്റു. വീണ്ടും രഹസ്യ മാർഗത്തിലൂടെ രാജകുമാരൻ വീണ്ടും പത്മാവതി കുമാരിയുടെ കൊട്ടാരത്തിലേക്ക് എത്തി. അവരന്ന് രാത്രി തിരിച്ചു വന്ന സന്തോഷത്തിൽ വീണ്ടും രണ്ടുപേരും കൂടി സന്തോഷത്തോടെ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടി. എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് രാജകുമാരി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ രാജകുമാരൻ എഴുന്നേറ്റു. ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ, ഇല പോലും അനങ്ങുന്ന ശബ്ദം പോലും ഉണ്ടാക്കാതെ രാജകുമാരിയുടെ കഴുത്തിലുള്ള ആ വിശേഷപ്പെട്ട രക്തമാല ഊരിയെടുത്തു. മാത്രമല്ല, നഖം കൊണ്ട് ഇടത്തെ തുടയില് ശക്തമായൊരു വര വരച്ചു, ഒരു പാടുണ്ടാക്കി. രാജകുമാരി ഉണർന്നില്ല. കാരണം രാജകുമാരിക്ക് കൊടുത്തിരുന്ന അന്ന് കുടിക്കാൻ കൊടുത്തിരുന്ന മുന്തിരിച്ചാറില് അവൾ മയങ്ങി കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പൊടി നമ്മുടെ മന്ത്രികുമാരൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കലക്കിയിട്ടാണ് കൊടുത്തിരുന്നത്. രാജകുമാരി അത് മുഴുവൻ കുടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഗാഠനിദ്രയിലാണ്. ഈ നഖം കൊണ്ട് മാന്തിയതൊന്നും രാജകുമാരി അറിഞ്ഞില്ല. രഹസ്യ മാർഗത്തിലൂടെ ഒട്ടും വൈകാതെ ഈ രത്നമാലയായിട്ട് പുറത്തേക്ക് വന്നു. അന്ന് രാത്രി തന്നെ മന്ത്രികുമാരനും രാജകുമാരനും നാടുവിട്ടു. ആ സ്ഥലത്തുനിന്ന് യാത്ര ചെയ്യുക. അവര് ആരോടും പറയാതെ അവിടെ നിന്ന് മുങ്ങി. പക്ഷെ അത് ചെന്നത് ഒരു ചുടുകാട്ടിലേക്കാണ്, ഒരു ശ്മശാന ഭൂവിലേക്കാണ്. മന്ത്രികുമാരൻ കയ്യിൽ കരുതിയിരുന്ന താടിയും മുടിയൊക്കെ ആയിട്ടുള്ള കാഷായ വസ്ത്രമൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ധരിച്ചു. ശ്മശാന ഭൂവിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ മന്ത്രികുമാരൻ
തൻ്റെ കയ്യിൽ കരുതിയിരുന്ന കാഷായ വസ്ത്രം എടുത്ത് ധരിച്ചു, താടി മുടിയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചു. എന്നിട്ട് ശരിക്കും ഒരു വലിയ സന്യാസി വര്യന്റെ പോലെ വേഷം മാറി. അതേപോലെ ഒരു കാഷായ വസ്ത്രവും അതേപോലത്തെ ഒരു രീതിയിലൊക്കെ നമ്മുടെ രാജകുമാരനെ ധരിപ്പിച്ചു. അപ്പോൾ മന്ത്രികുമാരൻ വലിയൊരു സന്യാസി വര്യനും രാജകുമാരൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായെന്നാണ് ആർക്ക് കണ്ടാലും തോന്നുള്ളൂ. എന്നിട്ട് അന്ന് രാത്രി അവിടെ തങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ആ രത്നമാല ഊരിക്കൊടുന്നുണ്ടല്ലോ, ആ രത്നമാല ഈ ശിഷ്യന്റെ, അതായത് ഈ രാജകുമാരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങ് ഇതും കൊണ്ടുപോയി കർണപുരം രാജ്യത്ത് ചെന്ന് ഈ രത്നമാല വിൽക്കാൻ ശ്രമിക്കണം. ആരെങ്കിലും വില പറഞ്ഞ ആർക്കും എടുക്കാൻ പറ്റാത്ത വലിയൊരു വില പറഞ്ഞിട്ട് വേണം അത് നടത്താൻ. അപ്പൊ ആർക്കും ഈ മാല വാങ്ങിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ അതിനുള്ള ത്രാണി ഉണ്ടാവില്ല. അതനുസരിച്ച് വേണം നീങ്ങാൻ. പിന്നെ ഏതെങ്കിലും കാരണവശാൽ രാജഭടന്മാരോ മറ്റോരോ പിടികൂടുകയാണോ ഇത് മോഷ്ടിച്ചാണെന്നതിന് പറയുകയാണെങ്കിൽ ഉടനെ തന്നെ അവരെ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ രാജകുമാരൻ, കാഷായ വസ്ത്രധാരിയായ രാജകുമാരൻ ഈ രക്തമാല വിൽക്കാനുണ്ടെന്നും പറഞ്ഞ് കർണപുരം ദേശത്തെത്തി. പല സ്ഥലങ്ങളിൽ ഈ മാല ഇങ്ങനെ കൊണ്ട് കാണിച്ചു. വില പറഞ്ഞ ആൾക്കാർക്കൊന്നും ആ സന്യാസി ശിഷ്യൻ പറഞ്ഞ വിലയുടെ അടുത്തേക്കൊന്നും എത്താൻ പറ്റുന്നില്ല. അതൊന്നും ഇങ്ങനെ നടന്ന് അവസാനം അവിടെയുള്ള ഒരു വലിയ സ്വർണ്ണപ്പണിക്കാരന്റെ ശാലയിലേക്ക് എത്തി. അദ്ദേഹത്തിന് ഈ രക്തമാല കാണിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, നിനക്ക് ഈ രക്തമാല എവിടുന്ന് കിട്ടിയേ? ഇത് സാധാരണ രക്തമാലയൊന്നും അല്ലല്ലോ, നീ സത്യം പറ, നീ ഇത് മോഷ്ടിച്ചതല്ലേ? അയാളങ്ങ് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. ഒച്ചയും ബഹളമായി ആൾക്കാർ ഓടിക്കൂടി, ആ ചുറ്റുവട്ടുള്ള കടകളിലെ ആൾക്കാരെ ഓടിക്കൂടി. അവർ പറഞ്ഞു, ഇവൻ കള്ളനാണ്, ഇത് പത്മാവതി രാജകുമാരിയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയാണ്, ഇത് ഞാൻ പടുത്തു കൊടുത്ത, എനിക്കറിയാതെ ഈ രക്തമാലയാണെന്ന്, ഇതിപ്പോ മോഷ്ടിച്ചാണ്, അല്ലെങ്ങനെ ഇവന്റെ കിട്ടണേ, ഇവന്റെ കള്ള സന്യാസിയാണെന്നും പറഞ്ഞ് അതിനെല്ലാവരും പിടിച്ചു വെച്ചു. അപ്പോഴേക്കും ഉടനെ തന്നെ രാജഭടന്മാരെത്തി. അവിടുത്തെ കാര്യവിചാരിപ്പുകാരൻ അങ്ങനത്തെ ആൾക്കാർ, ശിഷ്യാമുഖ്യന്മാരൊക്കെ എത്തി ചോദ്യം ചെയ്തു. സത്യം പറയണ, ആദ്യം ഈ സ്വർണ്ണപ്പണിക്കാരനെയാണ് ചോദ്യം ചെയ്തത്. അത് പറഞ്ഞ, എന്റെ പൊന്നയജമാനെ എനിക്കൊന്നും അറിയില്ല, ഈ കള്ളസന്യാസി രാവിലെ ഈ മാല വിൽക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നാണ്, ഈ മാല അടിയൻ പണി കഴിപ്പിച്ചാണ് ഇവിടുത്തെ രാജകുമാരി പത്മാവതിക്ക് വേണ്ടിയിട്ട്, അവൾക്ക് വേണ്ടി പണി കഴിപ്പിച്ച മാലയാണ്, ഇതെങ്ങനെ ഇവന്റെ ഇവ കട്ടതല്ലാണ്ട് ഇങ്ങനെ മാല ഇവര് വരില്ലല്ലോ, ഇവന് സന്യാസിയല്ലേ, ഇതാണ് കാര്യം എന്ന് പറഞ്ഞു. അന്വേഷിച്ചു, എന്താ കാര്യം എന്ന് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്കറിയില്ല, ഇത് എന്റെ ഗുരുനാഥൻ എനിക്ക് വിൽക്കാൻ വേണ്ടി തന്നതാണ്, അദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരം ഞാനിത് വിൽക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്, ഇത് രാജകുമാരന്റെ മാലയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നും പറഞ്ഞ് നമ്മുടെ രാജകുമാരൻ, സന്യാസവേഷധാരിയായ രാജകുമാരൻ തന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തി. ഉടനെ രാജഭടന്മാര് രാജാവിനെ വിരോധിച്ചു. രാജാവ് പറഞ്ഞ ഉടനെ തന്നെ ആ സന്യാസി വരിനെ കൂട്ടിക്കൊണ്ടു. അയാൾക്ക് എങ്ങനെ മാല കിട്ടിയെന്ന് അറിയണല്ലോ. രാജഭടന്മാര് ചെന്നു, ഈ ശിഷ്യനെയും കൂടി ചെന്ന് നോക്കിയപ്പോ അയാൾ പറഞ്ഞ ശ്മശാന ഭൂമിയിൽ ധ്യാനനിരതരായിരിക്കുന്ന വലിയ സന്യാസി ശ്രേഷ്ഠൻ. ആരാന്ന് നമുക്കറിയാലോ, നമ്മുടെ മന്ത്രികുമാരനാണ്, ബുദ്ധിമാനായ മന്ത്രികുമാരൻ. രാജഭടന്മാർ പറഞ്ഞ സന്യാസി വാ, രാജാവ് വിളിക്കണം, വാ എന്തു വാ. തന്നെ രത്നമാല കളവ് പോയ കേസിന് രാജാവ് കാണണമെന്ന് പറഞ്ഞു. രത്നമാല കളവ് പോയോ? ശരി, വരാം. ഒന്നും മിണ്ടാതെ സന്യാസി വര്യൻ രാജകൊട്ടാരത്തിലേക്ക് എത്തി. കണ്ടാൽ തന്നെ വളരെ സ്വാത്വികനായിട്ടും വലിയ ജ്ഞാനിയായിട്ടും തോന്നുന്ന സന്യാസി ശ്രേഷ്ഠനെ കണ്ടപ്പോൾ രാജാവ് വളരെ സന്തോഷത്തോടു കൂടി തൊഴുത് തന്റെ മാന്യമായിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഇരിക്കാൻ കൊടുത്ത് അവിടെ ഇരുത്തി ചോദിച്ചു, അല്ലയോ സന്യാസി ശ്രേഷ്ഠ, എനിക്ക് അങ്ങേ ഇവിടെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു കാര്യം ചോദിക്കേണ്ടി വന്നതിൽ വലിയൊരു വിഷമമുണ്ട്. പക്ഷെ ഒരു കാര്യം അറിയാതിരിക്കാൻ വയ്യ, ഈ രത്നമാല ഈ പയ്യൻ ഈ സന്യാസി വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, ഇത് ഇവർ അങ്ങയുടെ ശിഷ്യനാണ്, ഇത് അങ്ങ് വിൽക്കാൻ വേണ്ടി കൊടുത്തയച്ചെന്നാണല്ലോ ഇവൻ പറയണത്, ശരിയാണോ എന്ന് ചോദിച്ചു. വളരെ ഗാംഭീര്യത്തോടു കൂടി നമ്മുടെ മന്ത്രികുമാരൻ പറഞ്ഞു, അതേലോ, ഈ രത്നമാല ഞാൻ വിൽക്കാൻ കൊടുത്തയച്ചാണ്. അപ്പൊ എങ്ങനെ അങ്ങയുടെ കയ്യിൽ വന്നത്? അങ്ങൊരു സന്യാസി ശ്രേഷ്ഠനല്ലേ, ഇതുപോലെ വലിയ വില കൂടിയ രത്നമാല ഒന്നും അങ്ങയുടെ കയ്യിൽ വരേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ സർവ്വസംഘ പരിത്യാഗിയായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഇതെങ്ങനെയുണ്ടാവും അങ്ങയുടെ കയ്യിൽ വരണേ? രാജാവ് അതിനുള്ള മറുപടി പറയാൻ പറഞ്ഞു. അപ്പൊ സന്യാസി ശ്രേഷ്ഠ ഒരു മിനിറ്റ് ഇങ്ങനെ ധ്യാനത്തിൽ ഇരുന്നതിന് ശേഷം, രാജാവേ, ഞാൻ ഇവിടുന്ന് കുറച്ചകലെയുള്ള ഒരു ശ്മശാന ഭൂവില് ഏകാന്ത തപസ്സിലാണ്, എൻ്റെ ശിഷ്യനാണ് ഇയാൾ. ഞങ്ങൾ എല്ലാ ദിവസവും ശ്മശാന ഭൂവിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചുടല ഭദ്രകാളിയുടെ പോലെ അതിസുന്ദരിയായിട്ടൊരു യുവതി അവിടെ എത്തും. അവള് അവിടെ വന്ന് കുറെ പൈശാചിക നൃത്തങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അവിടെ ദഹിക്കാതെ കിടക്കുന്ന ശവശരീരം ഭക്ഷിക്കും. പലതവണ അത് ആവർത്തിക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. പാവങ്ങളായിട്ടുള്ള ആൾക്കാര് അവരുടെ മൃതദേഹം ദഹിപ്പിക്കുന്നത് മുഴുവൻ ദഹിക്കാൻ സമ്മതിക്കാതെ, അത് കത്തിച്ചാമ്പലാവാൻ സമ്മതിക്കാതെ അതിന്ന് മാംസം എടുത്ത് ഭക്ഷിക്കുന്ന ഒരു കരാള രൂപി. എനിക്കൊരു ദിവസം അവളെ എതിരിടേണ്ടി വന്നു. അങ്ങനെ എതിരിടുന്ന സമയത്ത് അവളുടെ കഴുത്തില് അവളെ പിടികൂടി ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ശൂലം കൊണ്ട് അവളുടെ ഇടത്തെ തുടയിൽ ഒരു
മുറിപ്പാടുണ്ടാക്കി അവളെ കീഴ്പ്പെടുത്തി. ആ കീഴ്പ്പെടുത്തിയ സമയത്ത് അവളുടെ കഴുത്തിലുണ്ടായിരുന്ന രക്തമാലയാണ് ഞാനിത് ഊരി മേടിച്ചു. എന്നിട്ട് പറഞ്ഞു ഇനി മേലാൽ ഈ പ്രദേശത്ത് കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് അവളെ ആ ശ്മശാന ഭൂമിയിൽ നിന്ന് ഓടിച്ചു. അപ്പൊ അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ രക്തമാലയാണ്. എനിക്ക് ഇങ്ങനത്തെ രക്തമാല കൊണ്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ അതുകൊണ്ട് വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ച് പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് അന്നദാനം നടത്താനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ രാജാവിന് സംശയം, ഈ രത്നമാല രാജകുമാരിയുടെയാണ്. അങ്ങനെ അവളാണ് ആ കരാള രൂപിയായിട്ട് ആ ശ്മശാനത്തിന് പോയിട്ട് മാംസങ്ങളൊക്കെ എടുത്ത് ഭക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവളുടെ തൊടയില് ഈ പറഞ്ഞ സന്യാസി പറഞ്ഞ പോലത്തെ 3 പാടുകൾ കാണുമല്ലോ, ശൂലം കൊണ്ടുള്ള പോലെ പാടുകൾ കാണുമല്ലോ. ശരി, സന്യാസിയോട് പോവാൻ സമ്മതിച്ചു. തൊഴുത് അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് സന്യാസി വര്യനും ശിഷ്യനും കൂടി രാജകൊട്ടാരത്തിൽ നിന്ന് രാജാവിന്റെ അനുവാദത്തോടു കൂടി തന്നെ പുറത്തേക്ക്. അപ്പോ രാജാവ് ഉടനെ തന്നെ മന്ത്രിമാരെ വരെയൊക്കെ വിളിച്ചു കൂട്ടിട്ട് ചോദിച്ചു, ഇത്തരത്തിലുള്ള കരാളമായിട്ടുള്ള അല്ലെങ്കിൽ ഭീഭത്സമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? അപ്പോ പിന്നെ മന്ത്രി ആൾക്കാരും മറ്റേ കൊട്ടാരത്തിലെ സന്യാസി വര്യന്മാരും രാജഗുരു ഉപദേഷ്ടാക്കളും എല്ലാം കൂടിയിട്ട് പറഞ്ഞു, ഇത്തരം പിശാചമായിട്ടുള്ള സംസ്കാരം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു വിടുക തന്നെ വേണം, അവരെ നിഷ്കാസനം ചെയ്യണം ഈ രാജ്യത്ത് നിന്ന് തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ഉടനെ തന്നെ രാജാവിന്റെ ഭാര്യയെ വിളിച്ചിട്ട് ഈ കുമാരിയുടെ രത്നാഭരണം എവിടെ നിന്ന് അന്വേഷിക്കാനും അതുപോലെ തന്നെ രാജകുമാരിയുടെ ഇടത്തെ തുടയിൽ ഇങ്ങനെ 3 ശൂലം കൊണ്ട് അരഞ്ഞ മാതിരിയുള്ള 3 പാടുകളുണ്ടോ നോക്കാനും പറഞ്ഞു. അമ്മ പോയി നോക്കി കഴിഞ്ഞപ്പോൾ ശരിയാണ്, മോളുടെ ഇടത്തെ തുടയില് ശൂലം കൊണ്ട് വരഞ്ഞ മാതിരിയുള്ള 3 പാടുകളുണ്ട്. അവളുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന രക്തമാല കാണാത്തതിനെ കുറിച്ച് അവൾക്ക് യാതൊരു എക്സ്പ്ലനേഷനും ഇല്ല, യാതൊരുവിധ മറുപടിയും ഇല്ല. അതെങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല എന്നുള്ള നിലയ്ക്ക് ഒരു ഉരുണ്ട് കളിക്കാൻ ശ്രമിച്ചു. ഒരു സംശയമില്ല, രാജാവിന് ബോധ്യം വന്നു, ഈ ശ്മശാനത്തിൽ പോയിട്ട് ശവങ്ങളൊക്കെ എടുത്ത് തിന്നുന്ന മാംസം ഭക്ഷിക്കുന്നത് കരാള ബീഭത്സ രൂപിണിയായിട്ടുള്ള സ്ത്രീ മറ്റാരുമല്ല, തന്റെ മോള് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു സാധനത്തിനെ ഇനിയും അതിലെ കൊട്ടാരത്തിൽ താമസിക്കാൻ പറ്റില്ല, അതിലിപ്പൊ തന്നെ രാജ്യത്തുനിന്ന് പുറത്താക്കണം എന്ന് രാജാവ് ഉത്തരവിട്ടു. അമ്മയും മോളും ഒക്കെ കരഞ്ഞു, അയ്യോ അച്ഛാ ഞാൻ അറിഞ്ഞിട്ടില്ല, എന്റെ അച്ഛാ ഞാൻ ഇങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കാൻ പറ്റില്ല, കാരണം തെളിവല്ലേ മുമ്പിലിരിക്കണേ. രാജാവ് ഭടന്മാരോട് പറഞ്ഞു, ഇവളെ അവിടെ ശ്മശാന ഭൂമിയുടെ അവിടെ തന്നെ കൊണ്ട് കളഞ്ഞു, നീ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ രാജാവിന്റെ കൽപ്പന അനുസരിക്കപ്പെട്ടു. പത്മാവതി രാജകുമാരിനെ കൈകാലുകൾ ബന്ധിച്ച് രാജകിങ്കരന്മാര് ആ ശ്മശാന ഭൂമിയിലേക്ക് കൊണ്ടുപോകണം. പോണ വഴിക്ക് കുതിരപ്പുറത്ത് വന്ന 2 പടയാളികൾ അവരെ എതിരിട്ടു. ഈ കിങ്കരന്മാരെയൊക്കെ തോൽപ്പിച്ചോടിച്ചു. എന്നിട്ട് ആ കെട്ടുകളെ കഴിച്ച് പത്മാവതി രാജകുമാരിനെ കുതിരപ്പുറത്തേക്ക് കൊണ്ടുപോയി. മറ്റാരുമല്ല, നമ്മുടെ മന്ത്രികുമാരനും രാജകുമാരൻ തന്നെയാണ് ആ പത്മാവതി രാജകുമാരിനെ കിങ്കരന്മാരിൽ നിന്ന് മോചിപ്പിച്ച് വാരണസി രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുപോയത്. കാരണം രാജകുമാരന്റെ ഇഷ്ടഭാജനമാണല്ലോ, ഇങ്ങനൊരു സൂത്രപ്പണി ഒപ്പിച്ചുകൊണ്ടാണല്ലോ ഈ ഇത് ചെയ്തത്. ഇങ്ങനെ ഒരു കഥ പറഞ്ഞു നിർത്തിയതിനു ശേഷം വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, അല്ലയോ രാജാവേ, ഈ കഥയില് 4 പേരിൽ ആരാണ് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത്? തെറ്റുകാരൻ ആരാണ്? രാജകുമാരനോ, മന്ത്രികുമാരനോ, അതോ പത്മാവതി രാജകുമാരിയോ, അതോ അവളുടെ അച്ഛനായിട്ടുള്ള കർണപുരത്തെ രാജാവോ? ആരാണ് യഥാർത്ഥത്തിൽ തെറ്റുകാരൻ? ഈ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ, ശരിയായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അങ്ങയുടെ തല ഈ നിമിഷം പൊട്ടിത്തെറിക്കും. വിക്രമാദിത്യൻ ഈ ചോദ്യം കേട്ടതിന് ശേഷം ഒട്ടും മടിക്കാതെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു, ഈ 4 പേരിൽ യഥാർത്ഥത്തിൽ തെറ്റുകാരൻ രാജാവാണ്. രാജകുമാരൻ തന്റെ പ്രണയിനിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. രാജകുമാരന്റെ സന്തത സഹചാരിയും ആജ്ഞാനുവർത്തിയുമായ മന്ത്രികുമാരന് തന്റെ രാജകുമാരനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് അയാളുടെ ആവശ്യമാണ്, അയാളുടെ കർത്തവ്യമാണ്. പത്മാവതി രാജകുമാരിക്ക് ആ രാജകുമാരനോടുള്ള ഇഷ്ടം കാരണമാണ് മന്ത്രികുമാരനോട് ഉള്ള വിരോധം ഉണ്ടായത്. പക്ഷേ പറഞ്ഞു കേട്ടത് വെച്ച് മാത്രം ശരി ഏതാ തെറ്റേതാന്ന് മര്യാദയ്ക്ക് ആലോചിക്കാതെ ഒരു തീരുമാനമെടുക്കുകയും സ്വന്തം മകളെ രാജ്യത്തുനിന്ന് പുറത്താക്കുകയും ചെയ്ത രാജാവ് തന്നെയാണ് യഥാർത്ഥത്തിൽ തെറ്റുകാരൻ. ഇതാണ് എൻ്റെ അഭിപ്രായം. ഈ ഉത്തരം കേട്ടപ്പോൾ വേതാളം പറഞ്ഞു, അങ്ങ് ബുദ്ധിമാൻ തന്നെയാണ്, യഥാർത്ഥത്തിലുള്ള തെറ്റുകാരൻ ആ രാജാവ് തന്നെയാണ്, അങ്ങയുടെ ഉത്തരം വളരെ ശരിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ പുറപ്പെട്ടപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, അത് അങ്ങ് ഇപ്പൊ ലംഘിച്ചു. അങ്ങ് ഒരു കാര്യത്തിന് വേണ്ടി പോലും വായ തുറക്കില്ല, ഒരു അക്ഷരം സംസാരിക്കില്ല എന്നാ പറഞ്ഞത്. ഇപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞ് വേതാളം
വിക്രമാദിത്യനെ വിട്ട് വീണ്ടും ആ മരത്തിന്റെ മുകളിൽ പോയി തൂങ്ങിക്കിടന്നു. ഇതാണ് വിക്രമാദിത്യൻ കഥകളുടെ ആദ്യത്തെ ഒരു കഥ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതുപോലെയുള്ള ധാരാളം കഥകൾ നിങ്ങൾ കേൾക്കാൻ ഇടവരും. ആ കഥകളിലൊക്കെ രസകരമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാവും. നമുക്ക് പരീക്ഷിച്ചറിയാം, അല്ലേ? കഥകൾ ഇഷ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി. നിർത്തട്ടെ. നമസ്കാരം.